ഇന്ത്യ US വ്യാപാര കരാറിൽ പ്രക്ഷുബ്ധമായി ലോക്സഭ കോൺഗ്രസിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി. അതേസമയം സർക്കാർ പാർലമെന്റിൽ വിശദീകരിക്കുമെന്ന് JP നദ്ദ പറഞ്ഞു. പ്രതിപക്ഷത്തിന് ഇച്ഛാഭംഗമെന്നും നദ്ദ തിരിച്ചടിച്ചു. ശരത്ലാലാണ് വിവരങ്ങൾ നൽകുന്നത്. ശരത്ലാൽ, വലിയ വാക്പോരിനും ബഹളത്തിനുമൊക്കെയാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് എന്തായാലും അടിസ്ഥാനമുണ്ടല്ലോ. കാരണം ഒരു വലിയ കരാറിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തലവരിൽ നിന്നാണ് നമ്മളത് രാജ്യം കേൾക്കേണ്ടത്, രാജ്യത്തോട് വിശദീകരിക്കേണ്ട ബാധ്യത എന്തായാലും ഉണ്ട്. അത്തരമൊരു കാര്യം ഉണ്ടായിരിക്കുന്നില്ല. കാരണം ട്രംപ് ആണ് ഈ കാര്യത്തെപ്പറ്റി ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ട്, അതിന് അടിസ്ഥാനവുമുണ്ട്. ഈ ചോദ്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാനും എങ്ങനെയൊക്കെ വിശദീകരിക്കാനുമാണ് നിലവിൽ ഭരണപക്ഷം തീരുമാനിക്കുന്നത്? ശ്യാമിലി, പ്രതിപക്ഷം ഇന്ന് സഭയിൽ നിറഞ്ഞാടുക തന്നെ ആയിരുന്നു. കാരണം ഭരണപക്ഷത്തിന് അത് ലോക്സഭയിലാവട്ടെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നത് നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ മനസ്സിലാവും. അതിൽ രണ്ട് കാരണമാണ് അതിലുള്ളത്. കാരണം ട്രംപിൻ്റെ ഇത്തരമൊരു പ്രഖ്യാപനം ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം പീയൂഷ് ഗോയൽ ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ പീയൂഷ് ഗോയൽ ചർച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ US നിന്ന് തിരിച്ചെത്തുള്ളൂ. അതുകൊണ്ട് അതിനുശേഷം പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാത്രമാണ് ഇത്തരമൊരു സംഭവിച്ചത്. എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ സർക്കാരിന് കഴിയുള്ളൂ എന്നതാണ് സർക്കാരിൻ്റെ അവസ്ഥ. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാജ്യസഭയിൽ വളരെ വ്യക്തതയോടെ തന്നെ JP നഡ്ഡ പറഞ്ഞത്, ഞങ്ങൾ സോമോട്ടോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാണ്, വിശദീകരിക്കാൻ തയ്യാറാണ്. ആ വിശദീകരണം പക്ഷേ ഇന്ന് പറ്റത്തില്ല. കാരണം മന്ത്രി സ്ഥലത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ഇന്ന് പറ്റത്തില്ല എന്ന് വളരെ വ്യക്തതയോടെ പറഞ്ഞു. സഭയിൽ നാളെ ആയിരിക്കും ഇത് സംബന്ധിച്ച സോമോട്ടോ പ്രസ്താവന എന്ന സൂചനയാണ് JP നഡ്ഡ രാജ്യസഭയിൽ നിന്നത്. എന്നാൽ ലോക്സഭയിലാകട്ടെ, ലോക്സഭയിൽ പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയമാണ് അവതരിപ്പിച്ചത്. KC വേണുഗോപാൽ തന്നെയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്. എന്നാൽ അടിയന്തര പ്രമേയം നോട്ടീസ് പരിഗണിക്കാൻ സ്പീക്കർ ഓം ബിർള തയ്യാറായില്ല. തുടർന്ന് 11 മണിക്ക് തന്നെ ചോദ്യോത്തരവേള ബഹളം മൂലം തടസ്സപ്പെടുകയും നടുത്തളത്തിൽ പ്രതിപക്ഷം ഇറങ്ങി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അത് 12 മണി വരെ നിർത്തിവെച്ച സഭ വീണ്ടും 12 മണിക്ക് ചേർന്നപ്പോൾ ഇതേ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അത് പ്ലക്കാർഡുകൾ കൂടി ഉയർത്തിക്കൊണ്ടുള്ള ഒരു നടുത്തളത്തിലുള്ള പ്രതിഷേധം അതിരുവിടുന്ന തലത്തെത്തിയപ്പോൾ സഭ 2 മണി നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ പിറകോട്ടില്ല എന്നൊരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെത്. അത് തൃണമൂലായാലും ശരി, സമാജ്വാദി പാർട്ടിയായാലും കോൺഗ്രസ് ആയാലും CPM ഇടതുപക്ഷികളായും അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട് സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നില്ല എന്ന ചോദ്യമാണ്. പ്രധാനമന്ത്രി സ്ഥലത്തുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്തിനാണ് വാഷിംഗ്ടൺ ഇക്കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത്? വാഷിംഗ്ടൺ ട്രംപ് ആണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? എന്ത് പറയണം, അല്ലെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കും തുടങ്ങിയ ചോദ്യങ്ങളും പ്ലക്കാർഡുകളുമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഇതിനെ പ്രതിരോധിക്കാൻ ഏതായാലും സർക്കാർ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഭരണപക്ഷ ബെഞ്ചിന് കഴിഞ്ഞില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ JP നഡ്ഡയാണ് രാജ്യസഭയിൽ അല്പമെങ്കിലും പ്രതിരോധിച്ചത്. അതിൻ്റെ കാരണം ഇതുതന്നെയാണ്. പീയൂഷ് ഗോയലിന് ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടില്ല. ഇന്ത്യയിൽ ഇന്ന് രാത്രിയോടെ തിരിച്ചെത്തുള്ളൂ. അതിനുശേഷം മാത്രമേ കരാറിൻ്റെ വ്യവസ്ഥകൾ സംബന്ധിച്ച പ്രധാനമന്ത്രി ചർച്ച ചെയ്ത ശേഷം മാത്രമേ സർക്കാരിന് ഇത്തരം ഒരു സോമോട്ടോ സ്റ്റേറ്റ്മെന്റ് സഭയിൽ വെക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൽ സത്യാലം സർക്കാർ ചൂളിപ്പോയി. അതുകൊണ്ട് തന്നെ സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് തള്ളിയൂരാനാണ് ലോക്സഭയിൽ മരണ നേതൃത്വം തീരുമാനിച്ചത്. ഏതായാലും സഭയിലെ ഇന്ന് 2 മണിക്ക് ചേരുമ്പോൾ ഇതേ നിലപാട് തന്നെ പ്രതിപക്ഷം സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയുന്ന അസംബ്ലി. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങളുണ്ട്. അതിന് സർക്കാർ നാളെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി നമുക്കറിയാനുള്ളത്. ശരി, ശരത്ലാൽ വിവരങ്ങൾ നൽകിയത്.